ഇല്ലാത്ത തസ്തികയുടെ പേരിൽ കൊല്ലത്ത് ലീഗ് നേതാവിന്റെ തട്ടിപ്പ്. കൊല്ലം ചവറ KMML ജോലി വാഗ്ദാനം ചെയ്താണ് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ വഹാബ് 25 ലക്ഷം തട്ടിയത്. പണം നഷ്ടപ്പെട്ട കുടുംബം നൽകിയ പരാതിയിൽ ചവറ പോലീസ് കേസെടുത്തു. 24,30,000 കൊടുത്തില്ലേ? 24,30,000 ഇത് ഒന്നുമില്ല. ഇക്കാലം ആ പറയും ഈ രേഖ മാത്രമേ ഉള്ളൂ. ബാങ്കിലോ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തു. രണ്ട് അങ്ങോട്ട് അയച്ചു. പിന്നെ നമ്മള് ചെക്ക് ഒരു പ്രാവശ്യം ചെക്കല്ലേ ഇവിടുന്ന് 5 ലക്ഷം. അത് ഞാൻ നിങ്ങളെ വാങ്ങത്തില്ല, വാങ്ങി ശരിയാവത്തില്ല. ഒരു ചെക്കും കൊടുക്കത്തില്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു ദേശീയ നേതാവെന്ന അയാൾ ഞങ്ങളുമായിട്ട് നേരത്തെ ഒരു ഹസ്ബൻഡുമായിട്ടൊരു പരിചയം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മോന് ഇവിടെ KMML HR ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നോ 25 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അബ്ദുൾ വഹാബ് മക്ക വഹാബ് എന്ന അയാൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അബ്ദുൾ വഹാബുമായിട്ട് അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വീട്ടിൽ വന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പലർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ആദ്യം 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ 5 ലക്ഷം കൊടുത്തു, അത് കാഷായിട്ട് കൈ കൊടുത്തു. പിന്നീട് വീണ്ടും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 2 ലക്ഷം നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ വഴി കൊടുത്തു. പിന്നെ വീണ്ടും വന്ന് പറഞ്ഞപ്പം 3 ലക്ഷത്തിൻ്റെ ചെക്ക് ഹസ്ബൻഡ് ഒപ്പിട്ട് കൊടുത്ത് അത് വാങ്ങിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഏപ്രിൽ 23-ാം തീയതി ജോലിയാണ്, 30-ാം തീയതിക്കുള്ളിൽ ജോലിയിൽ കയറാം, ബാക്കി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം കൊടുക്കാനില്ലായിരുന്നു. അങ്ങനെ 14,30,000 രൂപ ഈ വീട്ടിൽ വന്ന് ഇവിടെ ഇരുന്നാണ് അയാൾ വാങ്ങിച്ചുകൊണ്ട് പോയത്. പിന്നെ കാശായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അയാൾ ഡേറ്റുകൾ ഇങ്ങനെ മാറ്റി പറയാൻ തുടങ്ങി. അപ്പം പിന്നെ ജൂലൈ ആവും, അങ്ങനെ ഓരോ ഡേറ്റ് മാറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിത് കബളിക്കപ്പെട്ടയാണെന്ന് മനസ്സിലായി. പിന്നെ ഇയാളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പം ഇയാൾ ഒരുപാട് പേരെ ഇങ്ങനെ തട്ടിച്ചിട്ടുണ്ട്, തട്ടിപ്പ് നടത്തി പൈസ കൈപ്പറ്റി കമ്പണം ഇങ്ങനെ കൈപ്പറ്റിയതായിട്ട് അറിഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും വിശദാംശങ്ങളുമായി. രാജ്കുമാർ, നടന്നത് വലിയ വിശ്വാസവഞ്ചനയാണ്, അതും UDFന്റെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും. ഇല്ലാത്ത തസ്തികയുടെ പേരിൽ കൊല്ലം ചവറ KMML അദ്ദേഹം ജോലി വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഇത് വലിയ തട്ടിപ്പാണെന്ന് കുടുംബം തിരിച്ചറിയുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഇതിൽ വളരെ വ്യക്തമായി തന്നെ 14,30,000 രൂപ, അതായത് ഇത് മൂന്നാമത്തെ തവണ, അതായത് 4-5 ഗഡുക്കളായിട്ടാണ് ഈ 25 ലക്ഷം രൂപ ഇയാൾ ഈ കുടുംബത്തിൽ നിന്ന് കൈപ്പറ്റിയത്, താജുദ്ദീൻ്റെ കുടുംബത്തിൽ നിന്ന് കൈപ്പറ്റിയത്. താജുദ്ദീനും ഇയാളും ഗൾഫിൽ വെച്ച ഒരു ബന്ധമുണ്ടായിരുന്നു, സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാസിയായ താജുദ്ദീൻ വീട്ടിൽ വന്നപ്പോൾ മകൻ MBA കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീടിൻ്റെ അടുത്ത് തന്നെ KMML അടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. അപ്പോൾ അവിടെ ഒരു ജോലി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇയാൾ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു. ഇത്രയേറെ തട്ടിപ്പുകൾ, പല സംഭവങ്ങൾ പുറത്തു വന്നിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടക്കില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇയാൾ ഇവരെ പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു. ഇതിലിപ്പോൾ നമുക്കതിനകത്ത് ആ ചിത്രങ്ങളിൽ വ്യക്തമാണല്ലോ, ഈ 500ൻ്റെ ബണ്ടിലുകളാണ് ഇയാൾ എടുക്കുന്നതും ഇത് ബാഗിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതും. അതിൽ ഏപ്രിൽ, അതായത് 2023 ഏപ്രിലിൽ തന്നെ ഇതിൻ്റെ ജോലി 30-ാം തീയതിക്കുള്ളിൽ ജോലി നൽകാമെന്നുള്ളതായിരുന്നു ഇയാളുടെ വാഗ്ദാനം. അത് പല ഡേറ്റുകൾ മാറി കൊണ്ടുപോയി 2022 മുതൽ തുടങ്ങിയ ഈ ഒരു വലിയ തട്ടിപ്പ് 2023 പറഞ്ഞ സമയത്ത് കഴിഞ്ഞിട്ടും ഇയാൾ ജോലി നൽകിയില്ല. പിന്നീട് പലവട്ടം താജുദ്ദീനും കുടുംബവും ഇയാളുടെ വീട്ടിൽ പോയി സംസാരിച്ചു, എന്നിട്ടും ഇതിലൊരു തീരുമാനമുണ്ടാക്കിയില്ല. ഏറ്റവും ഒടുവിൽ ഈ കുടുംബം ചവറ പോലീസിന് പരാതി നൽകി. ചവറ പോലീസ് ഇവരെ വിളിച്ചപ്പോൾ അതിൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഉൾപ്പെടെയുള്ളവർ ഇതിൽ അവിടെ സ്റ്റേഷനിലേക്ക് വരികയും ഇയാൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇയാളുടെ മകൻ ഉൾപ്പെടെയുള്ളവർ വന്നുകൊണ്ട് സ്റ്റേഷനിൽ പറഞ്ഞത് ജനുവരി, അതായത് 2025 ജനുവരി 15-നുള്ളിൽ ഇതിൻ്റെ പണം 15 ലക്ഷം രൂപ തിരികെ നൽകാം, ബാക്കി തുക നൽകുന്നതിന് സമയം വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇത് വിശ്വസിച്ച് ഇവർ പിരിയുകയും ചെയ്തു. പോലീസ് ആ സമയത്ത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പാണെന്നുള്ളൊരു അടിസ്ഥാനത്തിൽ പോലീസ് ആ സമയത്ത് അത് ഒന്നും ചെയ്തതുമില്ല. പക്ഷേ ഇവർ നേരെ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. ഹൈക്കോടതി പോലീസിനോട് എന്തെങ്കിലും പരാതിയോ കേസോ നിലവിലുണ്ടോ എന്ന് ചോദിച്ചു. നിലവിൽ കേസില്ലാത്തതുകൊണ്ട് പോലീസ് കേസില്ല, കാര്യം ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് കേസില്ല എന്ന് അറിയിച്ചു. തുടർന്ന് ഇയാൾക്ക് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയ ഇഞ്ചക്ഷൻ ഓർഡറിൽ പറയുന്നത്
രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇയാൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പോലീസിനെ ഇയാളെ വിളിപ്പിക്കണമെങ്കിലോ അറസ്റ്റ് ചെയ്യണമെങ്കിലോ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു നോട്ടീസ് കൈമാറണം എന്നുള്ള ഒരു ഉത്തരവ് മാത്രമാണ് ഹൈക്കോടതിയിൽ നിന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കബളിപ്പിക്കൽ ഇയാൾ ഇത് കൃത്യമായ ഒരു നാടകമായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ പരാതിക്കാർ ഇതെല്ലാം ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കൈമാറാൻ തയ്യാറായതും ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പിൻ്റെ സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരാനുള്ള അവസരം ഒരുക്കിയതും. രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ കരുതിക്കൂട്ടി ചെയ്തൊരു സംഭവം തന്നെയാണ്. ഇതിൽ നിന്നും വ്യക്തമാണ്. കാരണം നമുക്കറിയാം അബ്ദുൾ വഹാബിന് താജുദ്ദീനുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നു. ആ പരിചയം മുതലെടുക്കുകയും അബ്ദുൾ വഹാബ് സ്ഥിരമായി താജുദ്ദീൻ്റെ വീട്ടിലെത്തുകയും തൻ്റെ മകൻ്റെ അവസ്ഥ മനസ്സിലാക്കി പലതവണയായി പണം തട്ടിയെടുക്കുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഈ അബ്ദുൾ വഹാബിന് ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത്തരം നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ആ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ എടുത്ത നടപടികൾ എന്തൊക്കെയാണ്? അതായത് ഹജ്ജ് വിസ നൽകാമെന്ന് പറഞ്ഞ് ശാസ്താംകോട്ടയിലും മറ്റും പലരിൽ നിന്ന് ഇയാൾ പണം വാങ്ങി ഇതിൽ അവരെ വഞ്ചിച്ചു എന്നുള്ളതിന് വഞ്ചനാ കുറ്റത്തിന് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിവരങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. ഇനിയും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ ഈ കുടുംബത്തിനൊന്നും അറിയില്ലായിരുന്നു. ഇയാൾ മുമ്പും ഇതുപോലെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയ ഒരു വ്യക്തിയാണെന്ന് ഈ കുടുംബത്തിന് അറിയില്ലായിരുന്നു. അതിപ്പോൾ പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കരുനാഗപ്പള്ളി ACPയുമായി ഇവർ സംസാരിച്ചു. ഇനി അപ്പോഴാണ് ഇത് പോലീസ് ഏറ്റവും ഒടുവിൽ ഈ കേസെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് വഞ്ചന കുറ്റം ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനിയും ഉണ്ടായിട്ടില്ല. അതാണ് ഇനി പോലീസിൽ നിന്ന് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലൊരു തട്ടിപ്പ് വീരൻ ഇനി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പലരിൽ നിന്ന് ഇനി മറ്റാരെങ്കിലും ഇനി പരാതിയുമായി ഇതുവരെ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല. ഇനി മറ്റാരെങ്കിലും പക്കൽ നിന്ന് ഇതുപോലെ ഇയാൾ ഈ പണം വാങ്ങി ജോലി നൽകാമെന്നുള്ള വാഗ്ദാനത്തിൽ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആരും ഇതുവരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ വാർത്ത കാണുമ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസും ഈ താജുദ്ദീൻ്റെ കുടുംബവും ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഇയാളെ വിശ്വസിച്ച് ഈ പണം നൽകിയ താജുദ്ദീൻ ഇതിലൊരു തട്ടിപ്പാണ് നടന്നത് അല്ലെങ്കിൽ തന്നെ വഞ്ചിച്ചു എന്നുള്ളൊരു ആ മാനസികമായ ആഘാതത്തിൽ അദ്ദേഹത്തിന് ഈ പക്ഷാഘാതം പിടിപെട്ട് ഇപ്പോൾ ഈ ശരീരം മുഴുവനും തളർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ ഇപ്പോൾ ഒരു കിടപ്പ് രോഗിയായി മാറിയിരിക്കുകയാണ് പ്രവാസിയായിട്ടുള്ള താജുദ്ദീൻ. നന്ദു. തീർച്ചയായിട്ടും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഇത്തരത്തിൽ സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട ഈ KMML അടക്കം വരുന്ന സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനം നടക്കില്ല എന്നറിഞ്ഞിട്ടും ഇദ്ദേഹം വളരെ കരുതിക്കൂട്ടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്.